കൊല്ലം അഞ്ചലിൽ ഓട്ടോയിൽ കടത്താൻ ശ്രമിച്ച അളവ് തൂക്ക ഇലക്ട്രിക് ത്രാസുമായി മോഷ്ടാവ് പിടിയിലായി. അഞ്ചൽ കടവറം സ്വദേശി ജലീലാണ് പോലീസ് പിടിയിലായത്. സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ പോലീസിൽ വിവരം അറിയിച്ച് അയാളുടെ ജീവിതം കട്ടപ്പോകയായി. വി ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്നും ചേരുന്നു. പറയൂ ജയശങ്കർ. ഗുഡ് മോർണിംഗ് SKN. പലപ്പോഴും കള്ളന്മാർ പാതിരാത്രി കഴിഞ്ഞാണ് കക്കാൻ ഇറങ്ങാറുള്ളത്. പക്ഷേ ഇവിടെ കള്ളൻ രാത്രി 8:30 കൂടിയാണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്. കൊല്ലം അഞ്ചലിലാണ് സംഭവം. ഈ രാത്രി ഒരു കടയിൽ നിന്നും അളവ് തൂക്ക ത്രാസ് എടുത്തു. അത് ഇലക്ട്രോണിക് ത്രാസ് ആയിരുന്നു. അതുമായി ഈ ഡ്രൈവർ ഈ മോഷ്ടാവ് ഒരു ഓട്ടോ പിടിച്ചു. കൊല്ലത്തെ ചന്തമുക്ക് ജംഗ്ഷനിൽ നിന്നാണ് ഇയാൾ ഓട്ടോ പിടിച്ചത്. ഈ ഓട്ടോയിൽ ഈ ത്രാസ് കയറ്റി യാത്ര തുടരുന്നതിനിടെയാണ് ഇയാൾ ആക്രിക്കടയിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നത്. ഇതിനിടെയാണ് ഈ ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നി. ഈ ഓട്ടോ ഡ്രൈവർ സംഭവവിവരം രഹസ്യമായി പോലീസിനെ അറിയിച്ചു. പിന്നാലെയാണ് ഈ ജലീലിനെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തത്. നാട്ടുകാരും സമീപത്ത് കൂടിയിരുന്നു. എന്തായാലും ഇയാൾ തെരഞ്ഞെടുത്ത സമയവും ഇയാളുടെ ഭാഗത്ത് പറ്റിയ അബദ്ധം കൊണ്ടാണ് എന്തായാലും പിടിയിലായത്. പോലീസ് എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ മുമ്പും സമാനമായ മോഷണ കേസുകളിൽ പ്രതിയാണ് അല്ലെങ്കിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ സ്ഥിരം പരിപാടിയാണെന്നാണ് പോലീസ് പറയുന്നത്. എന്നിട്ട് പോലും നേരാവണ്ണം കക്കാൻ അറിയില്ല എന്നൊരു പരാതിയും എന്തായാലും ഒരു ആക്ഷേപവും ഉയരുന്നുണ്ട് തമാശയായി. എന്തായാലും ഇയാളുടെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ നിരവധി കേസുകളിലെ പ്രതിയാണ്. സമാനമായ രീതിയിൽ മറ്റു കടകളിൽ നിന്നും ഇയാൾ സാധനം മോഷ്ടിച്ചിട്ടുണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പോലീസ് പരിശോധന നടക്കുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇയാളെ ഇന്നെന്തായാലും കോടതിയിൽ ഹാജരാക്കും. കോടതി ഇയാളെ റിമാൻഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്യാപകമായ രീതിയിൽ സമാനമായ മോഷണങ്ങൾ നടന്നു എന്ന് പോലീസിന് ചില പരാതികളിലൊക്കെ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ ഉൾപ്പെടെ പരാതികൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. SKN. വി ജയശങ്കറാണ് കൊട്ടാരക്കരയിൽ നിന്ന് ചേർന്നത്. സാബു കേസി വരുന്നത് വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. പേരില്ലാത്തവരുടെ മെസ്സേജ് വായിക്കില്ല എന്ന് പറഞ്ഞിട്ട് താങ്കളെ സൂചിപ്പിക്കുന്ന മെസ്സേജ് വായിച്ചല്ലോ, തെറ്റി വായിച്ചാൽ സാബു. എനിക്ക് പൊതുവേ ഈ മറഞ്ഞിരിക്കുന്ന ആളുകളോട് താല്പര്യമില്ല. നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ നേരിട്ട് ചെയ്യണം. ഒളിയുദ്ധത്തിനോട് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒളിഞ്ഞിരിക്കുന്ന ആളുകൾ മറ കയറി പുറത്തു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.